മുഴുവനും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവിൻ്റെ വലംഭാഗത്ത് നമ്മൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹാപുരോഹിതനുണ്ട് അല്ലെ. ഏതൊരവസ്ഥയിലും നമ്മൾക്ക് കൂട്ടാളിയായിട്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളൊരു മഹാപുരോഹിതൻ ഉണ്ട് ജീവിതത്തിൽ. അപ്പോൾ ആ മഹാപുരോഹിതന് ആയിട്ടുള്ള യേശു ക്രിസ്തുവിനെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ എന്തു തരത്തിലുള്ള മരുഭൂമിൻ്റെ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോയാലും നമ്മൾക്ക് ആ മരുഭൂമിൻ്റെ അനുഭവത്തെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി വാദിക്കുന്നവനായിട്ടുള്ള നമ്മുടെ മഹാപുരോഹിതനും മരുഭൂമിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ളവനാണ് അല്ലെ. സകല വിധത്തിലുള്ള പരീക്ഷണത്തിൽ കൂടെ ടെംപ്റ്റേഷനിൽ പോയി കടന്നു പോയിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും കൂടെ ഒരു ടെംപ്റ്റേഷനിൽ പരീക്ഷണത്തൊന്നും അകപ്പെടാതെ അല്ലെ, ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ അകപ്പെടാതെ പാപം ചെയ്യാതിരിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു തന്നവനാണ് നമ്മുടെ മഹാപുരോഹിതനായിട്ടുള്ള യേശു ക്രിസ്തു. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി, യേശു ചെയ്ത പോലെ അല്ലെ, ദൈവത്തെ മുറുകെ പിടിക്കുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാം. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അല്ലെങ്കിൽ അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമില്ലാത്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. എത്ര വലിയ മരുഭൂമിന്റെ അവസ്ഥയിൽ കടന്നു പോലും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയത്തില്ല, ഒരിക്കൽ പോലും ഉപേക്ഷിക്കത്തില്ലെന്ന് വാഗ്ദാനം തന്നിരിക്കുന്നവൻ അങ്ങാണ്. മനുഷ്യർ തരുന്ന പോലത്തെ വാഗ്ദാനമല്ല അങ്ങയുടെ വാഗ്ദാനം. എന്നും യെസ് ആൻഡ് ആമേൻ അങ്ങ് തരുന്ന എല്ലാ വാഗ്ദാനത്തിനും താങ്ക് യു ജീസസ് മാസ്റ്റർ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ഹോളി സ്പിരിറ്റ് ഗോഡ്. അങ്ങയുടെ ടീച്ചറാണ് ഞങ്ങളുടെ ടീച്ചറാണ് അങ്ങ് കർത്താവെ. ഞങ്ങളോട് സംസാരിക്കണമേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് പിതാവെ അങ്ങേക്കായിട്ടും മകനായിട്ടും മകന്റെ സ്നേഹത്തിലായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഗൈഡൻസ് ആയിട്ടും എല്ലാം നന്ദി പറഞ്ഞു യേശുവിനാമത്തിൽ. നമുക്കിന്ന് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോകാം. അതിന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്. മത്തായിന്റെ 4-ന്റെ 1 തൊട്ട് 3 വരെ. അനന്തരം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് ജോർഡാനിൽ നിന്ന് കയറി വരുന്നതിനെ പറ്റി. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് യേശുക്രിസ്തു ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡാണ്. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ലൂക്കോസിലേക്കൂടെ പോവുകയാണെങ്കിൽ അതിന്റെ 4-ാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 2 വരെ ഇങ്ങനെ വായിക്കുന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങൾ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ ജോർഡാനിൽ നിന്ന് ബാപ്റ്റിസം കഴിഞ്ഞിട്ട് വരുമ്പോൾ യേശുക്രിസ്തു ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡാണ് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് വിൽഡർനെസ്സിലേക്ക് മരുഭൂമിയിലേക്ക് യേശുക്രിസ്തുവിനെ നയിക്കുകയാണ് ചെയ്യുന്നത്, ടെംപ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി, പരീക്ഷിക്കപ്പെടാൻ വേണ്ടി പിശാചിനാല്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാനുള്ളത്, എന്താണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് അല്ലെ? എവിടെ വേണമെങ്കിലും പിശാചിനെ പരീക്ഷിക്കപ്പെടാം. ജെറുസലേമിന്റെ നടുക്ക് നിന്നാല് പിശാചിനെ പരീക്ഷിക്കപ്പെടാം. ഇപ്പൊ ജോർഡാന്റെ ആ വെള്ളത്തിനകത്ത് നിന്നാലും പറ്റും, ഗലീലാണെങ്കിലും കാപ്പർനൗമിലാണെങ്കിലും പറ്റും, എവിടെയാണെങ്കിലും പറ്റും. പക്ഷെ എന്തിനാണ് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്? അപ്പൊ ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ ലിറ്ററലി എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, മരുഭൂമിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോയതുകൊണ്ട് പലരും അല്ലെ. ഇവിടെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മരുഭൂമി എന്നുള്ളൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, നമ്മൾ പലരും വെച്ചിട്ട് മരുഭൂമി എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, സാഹചര്യങ്ങൾ അങ്ങനെയായിട്ടുണ്ടല്ലേ. അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയാ, സാമ്പത്തിക ഇടപാട് അതില് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചു, ഒരു ബിസിനസ് ഒക്കെ തകർന്നു പോകുന്ന വ്യക്തികൾ. അങ്ങനെയാകുമ്പോൾ ബിസിനസ് ഒക്കെ തകർന്നു പോയി കഴിയുമ്പോൾ ഒരു വ്യക്തിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർ ഉപേക്ഷിക്കും, അവരെ വീട്ടുകാർ ഉപേക്ഷിക്കും. കാരണം ഫൈനാൻഷ്യലി വരുന്ന ബാധ്യതകളൊക്കെ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു റിസ്ക് ആയതുകൊണ്ട് മിക്കവാറും ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അല്ലെ എന്താ പറയാ, ഒരു ഫ്രണ്ട്ഷിപ്പിന് പോകാനോ ഹെൽപ്പ് ചെയ്യാനൊന്നും അവർ താല്പര്യപ്പെടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ആ ഫൈനാൻഷ്യൽ ലയബിലിറ്റി അവരുടെ തലയിലേക്ക് കൂടെ വരുമോ, അതിന്റെ ആ ഉത്തരവാദിത്തം അവരുടെ തലയിലേക്കൊക്കെ വരുമെന്ന് ഓർത്തിട്ട് അവര് അടുക്കാൻ ശ്രമിക്കത്തില്ല അല്ലെ. എല്ലാവരും
പോകുന്ന അനുഭവത്തിൽ കൂടെ പല വ്യക്തികളും കടന്നു പോയിട്ടുണ്ട് ജീവിതത്തിൽ. അസുഖങ്ങളൊക്കെ വരുമ്പോൾ കുറേ നാളത്തെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ പിന്നെ പിന്നെ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെ, ഇങ്ങനെ തളർന്നു വീണ് കിടക്കുന്ന ആൾക്കാർ, പാരാലിസിസ് ഒക്കെ വന്ന കിടക്കുന്ന ആൾക്കാർക്ക് ആദ്യം കുറച്ച് ദിവസങ്ങളിലൊക്കെ ആൾക്കാരുണ്ടാവും കൂടെ. പിന്നെ പിന്നെ പലരും ഉപേക്ഷിച്ചിട്ട് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ പലരും കണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പല കാര്യങ്ങളിൽ അല്ലെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകള്, മരണം നടക്കുന്ന അവസ്ഥകള്, വിധവകളായി തീരുന്ന സ്ത്രീകളുടെ ജീവിതത്തിൽ, അങ്ങനെ പലതരത്തില് ഉള്ള സിറ്റുവേഷൻ കൂടെ അല്ലെ, മരുഭൂമിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ് പലരും. അപ്പൊ ഇവിടെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ജീസസ് ക്രൈസ്റ്റ് ഈ മരുഭൂമിയിലേക്കുള്ള നടത്തം അത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു മരുഭൂമിയിലേക്കുള്ള നടത്തമായിരുന്നു എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ നമുക്ക് ബൈബിൾ തന്നെ കാണുമ്പോ മരുഭൂമിയിലേക്കുള്ള അത് നടത്തം അല്ലെ, മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഹിതം അനുസരിച്ചിട്ട് മരുഭൂമിയിൽ അകപ്പെടുന്നതിനെ പറ്റിയും, എന്നാലും ദൈവത്തിന്റെ ഹിതമല്ല പക്ഷെ ദൈവം അത് അങ്ങനെ ആക്കി തീർക്കുവാണ്. അങ്ങനെ അതിന്റെ പെർമിസീവ് ബില്ലായിട്ട് വരുന്നത് ഉള്ളൊരു മരുഭൂമി അനുഭവം നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പൊ യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത് ഹോളി സ്പിരിറ്റ് ഗോഡാണ് അല്ലെ. പക്ഷെ ഇസ്രായേൽ മക്കളെ കാര്യം ഓർത്ത് നോക്കിയ അത് അവര് മൗണ്ട് ഹോരബ് എന്ന് പറയുമ്പോ മൗണ്ട് സിനായിൽ നിന്ന് ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയപ്പോ മൗണ്ട് സിനായിൽ നിന്ന് കദേശ് ബർണിയ, അതായത് കനാന്റെ ബോർഡർ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 11 ദിവസം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇവരുടെ പാപം കൊണ്ട്, പാപപൂരിതമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് ദൈവം വിചാരിച്ചു എന്നാ പിന്നെ ഇവര് 40 വർഷം ഈ മരുഭൂമി കടന്നോട്ട് കറങ്ങട്ടെ. അത് ശരിക്കും പറഞ്ഞാല് അവിടെ കടന്ന് കറങ്ങണം എന്നുള്ളതല്ല ദൈവത്തിന്റെ താല്പര്യം അല്ലെ. ദൈവത്തിന്റെ താല്പര്യം ഇവർ എത്രയും പെട്ടെന്ന് കനാലിൽ ചെന്ന് ചേരുക എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ കയ്യിലിരിപ്പ് കാണും ദൈവത്തിന് ആ 40 വർഷക്കാർ ഇവരെ മരുഭൂമി കൂടെ ഇട്ടത് കറക്കിക്കൊണ്ട് നടക്കുന്നുള്ളത് അത് ദൈവം ചെയ്തു അല്ലെ. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ളതല്ല, പക്ഷെ അങ്ങനെ ചെയ്യുകയോ ചെയ്തു. എന്താന്ന് വെച്ചാലും അവിടെയും ദൈവം ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അവരുടെ കുറ്റം കൊണ്ടാണ് കദേശ് ബർണിയയിൽ പോകാതെ അങ്ങോട്ട് എൻട്രി ചെയ്ത് കനാനിലേക്ക് എൻട്രി ചെയ്യാതെ അവിടെ ഇവര് ഈ മരുഭൂമി കൂടെ കടന്നുകൊണ്ട് ഇങ്ങനെ ചുറ്റേണ്ടി വന്നതെങ്കിൽ പോലും എന്നിട്ടും ദൈവം കൂടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ കൂടെയും ദൈവം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശുവിന്റെ ആത്മാവ് നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡ് കംപ്ലീറ്റ് ആയിട്ട് യേശുണ്ടായിരുന്നു, ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൂക്കോസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് അല്ലെ. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു യേശുക്രിസ്തു. നിറഞ്ഞവനായിരുന്ന യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് നയിക്കുവാണ് മരുഭൂമിയിലേക്ക് അല്ലെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന വ്യക്തികളെ നയിക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും അല്ലെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കാത്ത വ്യക്തികള്, ജഡത്തിന്റെ സ്വഭാവം നിറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മൾ നയിക്കാൻ സാധിക്കത്തില്ല അല്ലെ. മിക്കവാറും ക്രിസ്ത്യൻസിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ. പലപ്പോഴും നമ്മുടെ എല്ലാവരും കാര്യം ഇങ്ങനെ തന്നെ, നമ്മള് മൊത്തം ജഡം കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവിന് നമ്മൾ നയിക്കാൻ സാധിക്കത്തില്ല അല്ലെ. പക്ഷെ ഇവിടെ യേശുവിന്റെ കാര്യം അങ്ങനെയല്ല, ഫുള്ള് ഹോളി സ്പിരിറ്റ് ഗോഡോട് നിറഞ്ഞിരിക്കും. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അതുപോലെ തന്നെ യേശുക്രിസ്തു ചെയ്യുക, മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുക. ഇനി മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു നോക്കുക, ഇവിടെ ഫിസിക്കൽ ആയിട്ടുള്ള മരുഭൂമിയാണെങ്കിൽ മരുഭൂമിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല അല്ലെ. വളരെയധികം എന്താ പറയാ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ അല്ലെ, ആരുമില്ലാഴികയുടെ, വിശപ്പിന്റെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് മരുഭൂമി എന്ന് പറഞ്ഞു. നമുക്കൊരു ഒട്ടും സന്തോഷമില്ലാത്ത ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മരുഭൂമി അവസ്ഥയിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അല്ലെ. ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ കുടുംബത്തില് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് മരിച്ചു കഴിയുമ്പോൾ അല്ലെ കടന്നു പോകുന്ന ഒരു അവസ്ഥ, അതൊരു വല്ലാത്തൊരു മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകും. നമ്മൾ പലരും സഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്
അല്ലെ, ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്ന് ഒന്നും ഓർക്കാപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, വേദനാജനകപരമായിട്ടുള്ള ഒരു കാര്യം അല്ലെ, ഒട്ടും തന്നെ എന്താ പറയാ, നമുക്ക് എന്ത് ചെയ്താലും ആ വേദന മാറ്റാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു വേദനയെ കൂടെ ആയിരിക്കും പല വ്യക്തികളും കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു മരുഭൂമി അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്ലസന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല അല്ലെ, എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ആ സമയത്ത് ആ 40 പകലും 40 രാവും യേശുക്രിസ്തു മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം പിശാച് വന്നിങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷിച്ചുകൊണ്ടിരിക്കുക അല്ലെ, പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാല് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ മലയാളം ബൈബിളിൽ പരീക്ഷിക്കുക എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതല്ല, പ്രലോഭിപ്പിക്കുക എന്നുള്ളതാണ് വാക്ക് അല്ലെ. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാൻ ദൈവമാണ്, പക്ഷെ പിശാചല്ല. പിശാച് എന്നെ പ്രലോഭിപ്പിക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രലോഭിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം ഇവിടെ പറയട്ടെ, യേശുക്രിസ്തുവിനെ ഹോളി സ്പിരിറ്റ് ഗോഡാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ 40 പകലും 40 രാവും അവിടെ യേശുക്രിസ്തുവിനെ ആക്കി വെച്ചിരുന്ന സമയത്ത് യേശുക്രിസ്തു എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഉപവസിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇരുന്നുണ്ട്. അത് ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞിട്ട് ചെയ്തതായിരിക്കത്തില്ല മിക്കവാറും. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, അത് യേശുക്രിസ്തു സ്വന്തമായിട്ട് എടുത്ത തീരുമാനമായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലൊന്നും ഭക്ഷിച്ചില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഞാനെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ വിൽഡർനെസ്, ആ ഒരു മരുഭൂമി അനുഭവം ഉണ്ടായപ്പോ ആ മരുഭൂമി അനുഭവത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടി യേശുക്രിസ്തു, ദൈവമായിരിക്കുന്ന യേശുക്രിസ്തു ഈ തീരുമാനം എടുക്കുക, ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമായിട്ട് കട്ട് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയം, ആ 40 ദിവസവും ദൈവത്തിന്റെ കൂടെ, ദൈവത്തിനോട് അടുത്ത് അല്ലെ, ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പറഞ്ഞാൽ അല്ലെ. ഫാസ്റ്റിംഗ് പ്രയർ പ്രോപ്പറായിട്ട് പ്രാർത്ഥിക്കേണ്ട യേശുക്രിസ്തു. അല്ലാതെ നമ്മൾക്ക് ഫാസ്റ്റിംഗ് എടുത്തിട്ട് വെറുതെ ഡയറ്റിംഗ് എടുക്കുന്ന പോലത്തെ ഫാസ്റ്റിംഗ് പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് പിതാവ് തന്നെ, പിതാവിന്റെയും പുത്രന്റെയും ആത്മാവാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് നയിച്ചു എന്ന് പറയുമ്പോൾ പിതാവ് തന്നെ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിതാവ് നയിച്ചപ്പോ ആ പിതാവുമായിട്ട് വളരെയധികം ഒട്ടും നിൽക്കുന്നതിന് വേണ്ടി 40 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും യേശു അല്ലെ. അപ്പൊ ഈ ഫാസ്റ്റിംഗ് പ്രയർ എടുക്കുമ്പോ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ഇന്നർ മാൻ, നമ്മുടെ സ്പിരിറ്റ് മാൻ അല്ലെ, ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ആകും, ശക്തി പ്രാപിക്കും. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം അങ്ങോട്ട് നശിക്കുകയോ ചെയ്യുന്നത്. അവിടെ ജഡത്തിനൊരു കാര്യമില്ലാതായി തരിക അല്ലെ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഇന്നർമൻ, നമ്മുടെ എന്താ പറയുക, ഉള്ളിന്റെ ഉള്ളിലുള്ള ആ വ്യക്തി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ശക്തി വരും. സ്പിരിറ്റിന് ഭയങ്കര അധികം ശക്തിയാണ് നമ്മുടെ സ്പിരിറ്റിന് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിന് ശക്തി എന്നല്ല പറയുന്നത്, നമ്മുടെ സ്പിരിറ്റിന് ഭയങ്കര ശക്തിയാകുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് യേശുക്രിസ്തു എടുത്ത ഒരു തീരുമാനം, എടുത്ത ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാല്, തന്നെ തന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് പ്രകാരം തന്നെ വിൽഡർനെസ്സിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു, മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു, ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി താൻ അവിടെയാണ്. അപ്പൊ ആ സമയത്ത് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി, തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി, ശക്തിയുണ്ട്, ദൈവം തമ്പുരാനാണ് യേശുക്രിസ്തു. പക്ഷെ എന്നിട്ടും കൂടെ ആ സമയം ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവവുമായിട്ടുള്ള ആ അടുപ്പം, അത് സകല വിധത്തിലുള്ള ടെംപ്റ്റേഷനെ, സകല വിധത്തിലുള്ള പ്രലോഭനത്തെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി, അതിജീവിക്കുന്നതിനുള്ള ശക്തി തരും. അപ്പൊ അത് ദൈവം യേശുക്രിസ്തു നമ്മളെ കാണിച്ചു തരുവാണ്. അതുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ടുപോയി. ടെംപ്റ്റേഷൻ വരാൻ വേണ്ടി എവിടെ വെള്ളം നിൽക്കാം അല്ലെ, എവിടെ നിന്നെന്ന് പറഞ്ഞാലും, ആൾക്കാരുടെ നടുക്ക് നിന്നെന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് ടെംപ്റ്റേഷൻ കൂടുതൽ ഉണ്ടാകുന്നത്, പ്രലോഭനങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് അല്ലെ. അപ്പോ അങ്ങനെയാകുമ്പോ അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല, കൂടുതൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രലോഭനം കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷെ ആൾക്കാരുടെ നടുക്ക് നിൽക്കുമ്പോൾ പ്രലോഭനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. പക്ഷെ അപ്പോ ഇവിടെ നമ്മളോട് കാണിച്ചു, നമ്മുടെ ജീവിതത്തിന്റെ ഇതേപോലുള്ള മരുഭൂമി സിറ്റുവേഷനുകളിൽ
അല്ലെ? അപ്പോ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, എനിമിനെ ഓവർകം ചെയ്യാൻ പറ്റും. എങ്ങനെയാ? നമ്മള് ജഡം എന്ന് പറയുമ്പോൾ ശരീരത്തിലായിരിക്കും, അല്ല ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റിയല്ല പറയുന്നത്. ഈ ജഡത്തിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് പിശാചിനെ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ ദൈവവുമായിട്ട് അല്ല ഭയങ്കര ഒരു ബന്ധത്തിലാണ്. നമ്മുടെ ഉള്ളിന്റെ ആ വ്യക്തിക്ക് വളരെ സ്ട്രെങ്ത് അല്ലെ, ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ കിട്ടുന്ന ആ സ്ട്രെങ്തിലാണെങ്കിൽ നമുക്ക് പിശാചിനെ മറികടക്കാൻ സാധിക്കും എന്ന് ദൈവം യേശുക്രിസ്തു കാണിച്ചു തരും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ യേശുവിനെ പറ്റി പറയുന്നത്, ഫ്ലഷിലായിരുന്നപ്പോ പോലും അല്ലെ, റോമർക്ക് ലേഖനത്തിൽ 8 വരുമ്പോ എങ്ങനെയാ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഫ്ലഷില് നിന്നോട് തന്നെ പാവത്തെ കണ്ടം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്, പാപത്തെ വിധിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ, നമ്മളായിരിക്കുന്നില്ല, മനുഷ്യരെ അയക്കുന്ന ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ പാപം ഏക്കാത്തവനായിട്ട്, പാപം ചെയ്യാത്തവനായിട്ട് ഇരിക്കാൻ പറ്റും അല്ലെ? അപ്പോ ഇവിടെ ദൈവം ഈ മരുഭൂമിയിലേക്ക് പോയി, ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ടെംപ്റ്റേഷൻ നടത്തിയതിന്റെ കാര്യം പല കാര്യങ്ങളുണ്ട്. പാപത്തിലെ ഒരു കാര്യം ഇതാണ്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ പാപത്തെ മറികടക്കാൻ സാധിക്കും, പിശാചിനെ മറികടക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്നതിന് വേണ്ടി. പിന്നെ നമ്മൾക്ക് ഉള്ളൊരു ലെസൺ ആണ് അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനു മുമ്പ് പറയട്ടെ, യേശുക്രിസ്തു ഇത്രയധികം ടെംപ്റ്റേഷനിൽ കൂടി 40 ദിവസം ടെംപ്റ്റേഷൻ ആയിരുന്നു വിചാരിച്ചത്. 40 ദിവസവും ഇവൻ പിശാച് വന്ന് പരീക്ഷിച്ചുകൊണ്ടിരുന്നു, പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ അതെല്ലാം ഓവർകം ചെയ്യാൻ സാധിച്ചു അല്ലെ? ഇപ്പൊ അങ്ങനെയാകുമ്പോ അതുകൊണ്ടാണ് എബ്രായകത്തിൽ 4-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞ 15-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു ഹൈ പ്രീസ്റ്റ് ഉണ്ട്. ആ ഹൈ പ്രീസ്റ്റ് നമ്മളെപ്പോലെ തന്നെ എന്താ പറയുക ടെംപ്റ്റേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. അപ്പൊ പക്ഷെ വീണു പോയില്ല, പാവം പറ്റിപ്പോയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളെ അവസ്ഥയെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? നമ്മളെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് വേണ്ടി നമ്മളെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ആണ് മരുഭൂമിയിലേക്ക് പോകുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെ? നമ്മുടെ ഈ മരുഭൂമി അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവവുമായിട്ട് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ആണെങ്കിൽ നമ്മുടെ ജഡത്തിന് സ്വഭാവം പൊങ്ങി വരത്തില്ല. അങ്ങനെ തന്നെ നമ്മൾക്ക് പിശാചിനെ ഓവർകം ചെയ്യാൻ, നമുക്ക് അവനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു തരുക അല്ലെ? അപ്പൊ ബൈബിൾ എന്ന് പറയുമ്പോ യേശുക്രിസ്തുവിന് തന്റെ എന്താ പറയാ മനുഷ്യരോടുള്ള, തന്റെ മക്കളോടുള്ള സ്നേഹം, അതിനെപ്പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. നമുക്ക് ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരുക എന്നുള്ളതാണല്ലോ യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ ആഗ്രഹം അല്ലെ? അപ്പൊ നമുക്ക് യേശുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. യേശു എങ്ങനെയാണ് ടെംപ്റ്റേഷനിൽ കടന്നുപോയി, എങ്ങനെയാണ് ഓവർകം ചെയ്തത് പിശാചിനെ, അതുപോലെ നമ്മളും ടെംപ്റ്റേഷനിലൊക്കെ കടന്നു പോകും, നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യിക്കാം നമ്മളെ എന്നുള്ളതിനെ ടീച്ച് ചെയ്ത് തരുവാണ്, നമ്മൾ പഠിപ്പിച്ചു തരുവാണ് ചെയ്യുന്നത് അല്ലെ? അത് ഒരു കാര്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം, അത് എബ്രായത്തിൽ പോലെ നമുക്കൊരു ഹൈ പ്രീസ്റ്റ് ആയിട്ട് എല്ലാ രീതിയിലും ടെംപ്റ്റ് ആയിപ്പെടുന്ന ഒരു ഹൈ പ്രീസ്റ്റ് ആയി ഇരിക്കുന്നതിന് വേണ്ടി, പക്ഷെ എന്നാലും പാപമൊന്നും ചെയ്യാത്ത ഹൈ പ്രീസ്റ്റ് ആയിരിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മളെ റെപ്രസെന്റ് ചെയ്തൊരു പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് വേണ്ടി, പിന്നെ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ? ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കാണിക്കുന്നതുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് പോയത്. പിന്നെ പിശാചിന്റെ തലയെ ചവിട്ടി പൊളിക്കുന്നതിന് വേണ്ടി അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് ആ തലയെ ചവിട്ടി പൊളിക്കാനുള്ള ഒരു ശക്തി നമുക്കും തരുന്നതിന് വേണ്ടി. ആദത്തിനെ ഇവനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എല്ലാം ഉണ്ടായിരുന്നു അവർക്ക് അല്ലെ? സകല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഗാർഡൻ ഓഫ് ഈഡനിൽ ഇല്ലാത്തതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സകല ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് അവരവിടെ നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിട്ടും കൂടെ അവര് വീണുപോയ വ്യക്തികളാണ് അല്ലെ? ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. കൂൾ ഓഫ് ദ ഡേ എന്താ പറയാ, ദൈവം അവരെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അവരിങ്ങനെ മരുഭൂമിയിലൊന്നും ആയിരുന്നില്ല. അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ദൈവം അവരെ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ? സകലതും ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടെ അവര് വീണു പോയതാണ് അല്ലെ ഭക്ഷണത്തിന്റെ കാര്യത്തില്. പക്ഷെ ഇവിടെ ഒരാള് മരുഭൂമിയിൽ വെച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നിട്ടും പിശാചിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. പിശാച് നീ ഒന്നുമല്ല എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോ അവര് ആദത്തിനെ ഈവിനെ സംബന്ധിച്ചിടത്തോളം അവര് അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ജീവൻ
ജീവിച്ചിട്ടും കൂടെ അവരുടെ ജഡം വളരെയധികം ആക്റ്റീവായിരുന്നു അല്ലെ? വളരെയധികം ആക്റ്റീവായിരുന്നു. പക്ഷെ ഇവിടെ മരുഭൂമിയിലായിരുന്നിട്ടും കൂടെ യേശുക്രിസ്തുവിന്റെ ജഡം ആക്റ്റീവാകാൻ സമ്മതിച്ചില്ല. കാര്യം ദൈവവുമായിട്ട് അത്രയധികം കണക്ഷനില് അത്രയധികം ബന്ധത്തിൽ നിൽക്കുകയാണ് ചെയ്തത് അല്ലെ? അപ്പോ നമുക്ക് ഇസ്രായേൽ മക്കളുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവരും ഇങ്ങനെ ഇവിടെ യേശുക്രിസ്തു 40 ദിവസമേ മരുഭൂമിയിലായിരുന്നു. പക്ഷെ അവരവിടെ 40 വർഷം മരുഭൂമിയിലായിരുന്നു. ഇവിടെ യേശുവിന്റെ ഒപ്പം ദൈവം ഉണ്ടായിരുന്നത് പോലെ തന്നെ അവിടെ മരുഭൂമിയില് ഇസ്രായേൽ മക്കളുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു അല്ലെ? മന്ന പൊഴിച്ചു കൊടുക്കുന്നു, വെള്ളം പാറയിൽ നിന്ന് വരുത്തി കൊടുക്കുന്നു, റെഡ് സീ പാർട്ട് ചെയ്ത് കാണിക്കും. അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയണേ അവരുടെ എന്താ പറയാ മിറക്കിൾ കൂടെ അവര് കണ്ടുകൊണ്ട് ഡെയിലി സകലവിധത്തിലുള്ള മിറക്കിളുകൾ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ കരുണയിൽ എന്താ പറയാ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന കരുണ കൊണ്ട് അല്ലെ ദൈവത്തിന്റെ സ്നേഹം നുണഞ്ഞുകൊണ്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. 40 വർഷം അവർ ആ മരുഭൂമി കൂടെ നടന്നിട്ട് അവരുടെ ചെരുപ്പിന് തേയ്മാനം പറ്റില്ല, അവരുടെ ഡ്രസ്സിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല, തേയ്മാനം ഒന്നും പറ്റിയില്ല. അങ്ങനെ ദൈവത്തിന്റെ കരുണയിൽ ദൈവത്തിന്റെ കടാക്ഷത്തിൽ അവര് ദൈവത്തിന്റെ ഫേവറിൽ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുകയാണ് ദൈവം അവരെ. എന്നിട്ടും കൂടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവരുടെ ആ മരുഭൂമിയുടെ അനുഭവം അവരുടെ ജഡത്തെ എന്താ പറയാ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ജഡത്തിനെ ആക്റ്റീവാക്കി നിർത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചത് അല്ലെ? അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നശിച്ചു പോവുകയോ ചെയ്തത്. അവര് ദൈവത്തോട് അവര് കണക്റ്റഡ് ആയി നിന്നില്ല. ദൈവത്തോട് അവര് കൂറുള്ളവരായിട്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നില്ല. അതോടൊപ്പം തന്നെ അവര് വീണ് പോവുകയോ ചെയ്തു. പക്ഷെ യേശുക്രിസ്തു അങ്ങനെയായിരുന്നില്ല. തന്റെ ജീവിതത്തിൽ ആ മരുഭൂമിയുടെ അവസ്ഥ വന്നപ്പോ അദ്ദേഹം എന്താ ചെയ്തത്? ദൈവത്തെ ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു അല്ലെ? കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പറയാൻ പറ്റും ഇത് യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തുവിന് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പറ്റുന്നില്ലെന്നൊക്കെ വിചാരിക്കും അല്ലെ? മനുഷ്യർ ചിലപ്പോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ നമ്മളൊക്കെ വിചാരിക്കും. അപ്പൊ ഇങ്ങനെ ഒന്ന് വിചാരിച്ചേ, ഇയോബിന്റെ കാര്യം, ഇയോബിന്റെ ബുക്കിനെ പറ്റി നമ്മൾക്ക് പൊതുവെയുള്ള ധാരണ അത് കറക്റ്റ് ആണ് താനും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയോബ് വളരെയധികം വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു ഇയോബ്. അതിനെപ്പറ്റി ഒരു തർക്കമുള്ള കാര്യമല്ല. റൈച്ചസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നാണ് ദൈവം യോബിനെ പറ്റി പറഞ്ഞതും കൂടെ. പക്ഷെ അപ്പൊ നമ്മൾ ഇയോബിന്റെ ബുക്ക് ഒന്നും കൂടെ ഇരുത്തി ഒന്ന് വായിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഇയോബിന് വിശ്വാസമൊക്കെ ഉണ്ട് ദൈവത്തിൽ, അതുകൊണ്ട് തന്നെ റൈച്ചസ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു സെൽഫ് റൈച്ചസ്നെസ് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയോബ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചിന്താഗതികൾ, തൻ്റെ കാഴ്ചപ്പാടുകൾ ശരി അത് മാത്രമാണ് ചെയ്യുന്നൊക്കെ ഒരു തോന്നൽ പലപ്പോഴും ഇയോബിനുള്ളതായിട്ട് നമ്മൾ കാണാൻ പറ്റും അല്ലെ? നമ്മളൊന്ന് ഇരുത്തി ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് ദൈവത്തിന് ഒന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു ഇയോബിന് അല്ലെ? ഇയോബിന് എന്താ പറയണേ ദൈവത്തിന്റെ ഗ്രേസിൽ ആശ്രയിക്കുന്നതിന് പകരമായിട്ട് ഇയോബ് പലപ്പോഴും തന്റെ പ്രവൃത്തിയിൽ ഇയോബ് ആശ്രയിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കള് പാർട്ടിയെ കഴിയുമ്പോഴേക്കും ഇയോബ് പിന്നെയും സാക്രിഫൈസുകളൊക്കെ നടത്തുന്നത്. കാരണം ആ ഒരു സാക്രിഫൈസ് നടത്തുകൊണ്ടാണ് ദൈവത്തിന്റെ കരുണ ഇയോബിനോട് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഇയോബ് എപ്പോഴോ പോയിരുന്നു അല്ലെ? നമുക്ക് അറിയത്തില്ല എപ്പോഴാ പോകുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷെ എവിടെയോ ഒരു ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇയോബിന്. ദൈവത്തിന്റെ കരുണയിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കാതെ അല്ലെ? അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു യോബിന്. ദൈവത്തിനൊന്ന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് യോബിന്റെ ജീവിതത്തിൽ ദൈവം ആ ഒരു മരുഭൂമിന്റെ അവസ്ഥയെ കൂടെ എന്താ പറയണ ജോബിനെ കടത്തിവിട്ടു. പക്ഷെ ജോബ് ഒരു കാര്യം ചെയ്തു, അവിടെ ദൈവത്തെ മുറുകെ പിടിച്ചു അല്ലെ? ദൈവത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവസാനം ജോബിന് നഷ്ടപ്പെട്ടതിനേക്കാളും ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തതിന്റെ കാര്യം ഇതാ അല്ലെ? അപ്പൊ ഇസ്രായേൽ മക്കൾ പക്ഷെ ദൈവത്തെ മുറുകെ പിടിച്ചില്ല അല്ലെ? അവരുടെ ജഡത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജഡം പറയുന്നതനുസരിച്ച് അവർ ജീവിതം ജീവിച്ചു. പക്ഷെ ജോബ് അങ്ങനെയായിരുന്നില്ല, ദൈവത്തെ മുറുകെ പിടിച്ചു.
അപ്പൊ ദൈവത്തെ മുറുകെ പിടിക്കണം എന്നാണ് നമ്മുടെ പിതാവ് യേശുക്രിസ്തു നമ്മളെ കാണിച്ചത്. നമ്മള് മരുഭൂമിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്, കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ആ സമയം നമ്മുടെ ജഡത്തെ പരിപോഷിപ്പിക്കാനോ ജഡത്തിന്റെ രീതി അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കരുത്, അല്ലെ? നമ്മൾ ശ്രമിക്കേണ്ടത് ദൈവത്തെ മുറുകെ പിടിക്കാൻ, ദൈവത്തിന്റെ കരുണയിൽ, ദൈവത്തിന്റെ ഗ്രേസിൽ മുറുകെ പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള വ്യക്തികളെ രക്ഷപ്പെടും. അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളെ കാണിച്ചത്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് നയിച്ചത്. മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണല്ലോ മനുഷ്യരുടെ ജീവിതത്തിൽ. അപ്പൊ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കുമ്പോൾ 2024 ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ള. പോകുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്തായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഈ 2026 ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന സമയത്ത് അങ്ങയെ മുറുകെ പിടിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മസ്റ്റ്. ഞങ്ങളുടെ കൃപ എന്നും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയാൻ ദൈവമല്ല. താങ്ക് യു ജീസസ് മസ്റ്റ്. പ്രേസ് യു, വർഷിപ്പ് യു മൈറ്റി ഫാദർ. അനുഗ്രഹിച്ചിട്ട് നന്ദി പറയുന്നു. എല്ലാ പ്രേസ് അങ്ങേക്ക് തന്നെയാട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകട്ടെ.